നോർമൽ സ്പോട്ട് എന്നില്ല. ഇന്ന് നിങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു എലഫന്റ് ആണെന്ന് പറയാം. ഒരു സെൻസറും ഒരു ഇലക്ട്രോണിക്സും ഇല്ലാത്ത റിലയബിലിറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്ന ടൊയോട്ടയുടെ ഫോർച്യൂണർ 2021 മോഡലാണ് കേട്ടോ. 2021 മോഡൽ ന്യൂ ഷേപ്പ് വരുന്ന വെഹിക്കിളാണ്. DRLസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സൈഡിലോട്ടാണ് വരുന്നത്. ജസ്റ്റ് ഉള്ളിലോട്ട് പോകാം. സോ ഇത് ഒരു ബ്ലാക്ക് കളർ വരുന്ന ഫോർച്യൂണർ ആണ്. അറിയാലോ, നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ വെഹിക്കിളും സെയിലിൻ്റെ വെഹിക്കിളും കൂടെ ആയിരിക്കും. സോ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ലോഗോട് കൂടി വലിയ ഗ്രില്ലോട് കൂടി വരുന്ന ഒരു ഫോർച്യൂണർ ആണ് വന്നിട്ടുള്ളത്. ന്യൂ ഷേപ്പ് ആയിട്ടുള്ള LED പ്രൊജക്ടർ ലാമ്പാണ് വന്നിട്ടുള്ളത്. താഴെ DRS വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഫോഗ് ലാമ്പ് വരുന്നതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റും പ്രൊജക്ട് ചെയ്യുന്ന ഒരു ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എയർഡാം പോർഷനൊക്കെ വലിയ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. സോ ഒരു 18 ഇഞ്ചിന്റെ വീലാണ് അതിലാണ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ക്രോമിയം എലമെന്റോട് കൂടിയുള്ള ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. ക്രോമിയം ലൈനോട് കൂടിയുള്ള ഷോൾഡർ ലൈൻസ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് വന്നിട്ട് LED ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് സെൻട്രലാണ്. വിത്ത് റിവേഴ്സ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ക്യാമറ വന്നിട്ടുണ്ട്. താഴെ സെൻസേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ എക്സോസ്റ്റ് ആണ്, അറിയാലോ. ഇതിന്റെ സ്പെയർ വീല് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓട്ടോമാറ്റിക് ആണ്. 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ സ്പേസും കാര്യങ്ങളും കുറവായിരിക്കും. നിങ്ങൾക്കറിയാം. ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. കൂടുതൽ പറയുന്നില്ല. നമുക്ക് ക്ലോസ് ചെയ്യാം. അവിടെ ബട്ടണും കാര്യങ്ങളും വരുന്നുണ്ട്. ഇലക്ട്രിക്കലി ആണ് കേട്ടോ. സെൻസറൊക്കെ പക്കയാണ്. കയറ്റത് കേട്ടോ. ആ പോണു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കാം. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ 4 ഡോർ വിൻഡോ ഓട്ടോമാറ്റിക് കൺട്രോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യുക. സൈലന്റ് ക്യാബിൻ ഓട്ടോമാറ്റിക് ആട്ടോ വെഹിക്കിൾ. ജസ്റ്റ് വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോറി, ഈ സൈഡിലാണ് ബട്ടൺ. വാവ്, എസിയും കാര്യങ്ങളൊക്കെ കോണാണ്. ഫോർച്യൂണറിൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അറിയാലോ, ഒരു ഇലക്ട്രോണിക്സും ഒരു സെൻസറും ഓൾമോസ്റ്റ് ഇല്ലാത്ത റിലയബിൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഫോർച്യൂണർ. അങ്ങനെ ആഗ്രഹിക്കുന്നു, ഫീച്ചർ ലോഡഡ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയല്ല. എന്നാൽ മുറ്റത്തൊരു കൊമ്പന് വേണം, എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റിയൊരു വെഹിക്കിളാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദാറ്റ് വെഹിക്കിൾ. ഇവിടെ നമുക്ക് സ്റ്റീരിങ്ങിൽ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഈ വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. JBL മ്യൂസിക് സിസ്റ്റം ആണ് വന്നിട്ടുള്ളത്. ഡിജിറ്റൽ വിത്ത് അനലോഗ് മീറ്റർ കൺസോൾ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 8.1 കിലോമീറ്റർ ആവറേജ് മൈലേജും കാലം കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ്. ഇൻഫോർടൈൻമെന്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ JBL എന്നൊരു ബാഡ്ജിങ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ് ഇതിന് വന്നിട്ടുണ്ട്. അതിന്റെ കൺട്രോൾസ് ആണിട്ടത്. നമുക്ക് എക്കോ, നോർമൽ, സ്പോർട്ട് എന്നില്ല ഡ്രൈ മോഡ്സ് വരുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. സ്പോർട്ട് മോഡലൊക്കെ ഇട്ട് അവിടെ ഉണ്ടല്ലോ, വെഹിക്കിൾ റെഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വരുന്നത് നോർമൽ മോഡാണ്. ഇത് എക്കോ മോഡ്. അപ്പോൾ അങ്ങനത്തെ മോഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വീൽ ഡ്രൈവിൻ്റെ സിസ്റ്റം ആണ് വന്നിട്ടുള്ളത്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ആക്സിലിൻ്റെ കൺട്രോൾസ് ആട്ടോ. പിന്നെ നമുക്ക് ഓട്ടോ ആയിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. പാസഞ്ചർ സൈഡ് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാബ് ഹാൻഡിലുകൾ കാണാം. ഇവിടെ ലൈറ്റ്സ്, നല്ലൊരു മനോഹരമായിട്ടുള്ള ലൈറ്റ്, ഭയങ്കര LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതുപോലെ തന്നെ വാൻഡി മിറേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ലൈറ്റ്സും കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള ഒരു സംഭവം വലിയൊരു പൊസിഷനാണ്, കമാൻഡിങ് പൊസിഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലും വലിയ ഹൈറ്റുള്ള രീതിക്കാണ് ഇത് ഇരിക്കുന്നത്. ഹെഡ് റൂമൊക്കെ അത്യാവശ്യം രീതിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് വേറെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് മാക്സിമം റിക്ലൈൻ ചെയ്ത് പോകുന്നതാണ്. നമുക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്ലൈനൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. റൂം അത്യാവശ്യം വരുന്നുണ്ട്. തൈ സപ്പോർട്ട് അത്യാവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ കപ്പ് ഹോൾഡേഴ്സ് ഇതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ബാക്കിലോട്ടുള്ള സീറ്റ് ബെൽറ്റും കാര്യങ്ങളും കാണാം. പിന്നെ ബാക്കിൽ ഞാൻ കയറുന്നില്ല, അറിയാലോ. 7 സീറ്റർ പൊതുവെ എങ്ങനെ ആയിരിക്കും എന്നറിയാം. പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കട്ടെ. അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി കുഷനൊക്കെ തന്നെയാണ് ബാക്ക് സൈഡിലും വന്നിട്ടുള്ളത്. അതിനൊന്നും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. ഏറ്റവും ബാക്കിൽ നമുക്കൊരു AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺട്രോൾസ് വരുന്നുണ്ട്, ലൈറ്റ്സ്, പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റും. വേറെ ഒന്നും ഈ ബാക്ക് സൈഡിൽ ഇല്ല. എഞ്ചിൻ്റെ കാര്യത്തിൽ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ചോട്ടുള്ള ഒരു 200 HP 500 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിഡിലൻ എഞ്ചിനാണ് ഇതിനുള്ളിലുള്ളത്. ബ്ലാക്ക് ഫിനിഷിലാണ്. താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ബൈക്കിനുള്ളിൽ സൺറൂഫ് ഇല്ല, ഇലക്ട്രോണിക് സംഭവങ്ങളില്ല, ഒരു തരത്തിലില്ല, ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന് എന്താണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? 2021 മോഡലാണ്. 2021 മോഡലാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടി. 235 എന്നതിന് വെഹിക്കിൾ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 34,65 നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ നേരിട്ട് വന്നിട്ട്
നമ്മൾ എന്ത് ചെയ്യുക, റേറ്റിങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലത്തെ പ്രീമിയം കാറുകൾ, നോർമൽ കാറുകളുടെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഷെർബിൽ SRB എന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടുക. അടുത്ത വീഡിയോ വരുന്നേക്കും. ബൈ.